Once again, welcome back to my channel. This box is അനിയന്മാർക്ക് വേണ്ടി ഇപ്പിച്ചു കൊണ്ടുവന്ന വാട്ടർ ബോട്ടിലിന്റെ ബോക്സ് ആണിത്. അപ്പൊ തന്നെ ഞാനിത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്തിന്? നമുക്ക് ഇതുകൊണ്ട് പല ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് വെച്ച് നമുക്ക് നല്ലൊരു ഐറ്റം ഉണ്ടാക്കാം. ബോക്സിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതിൽ കാണിച്ചതുപോലെ വരച്ച് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി. പിന്നെ ലോങ് വീഡിയോയിൽ ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത്. ഇതുവരെ ഞാൻ മ്യൂസിക് ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓൺ വോയിസ് വേണോ അതോ മ്യൂസിക് വേണോ അതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പൊ ബാക്ക് ടു ദ പോയിന്റ്. ഞാൻ ഇവിടെ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ എന്ത് സാധനം കിട്ടിയാലും നമുക്കത് പറ്റും തോന്നിയാലും ഇല്ലാന്ന് തോന്നിയാലും നമ്മളത് എടുത്തു വെക്കാം. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. എടുത്തു വെച്ച് അലമാരൊക്കെ നിറഞ്ഞുണ്ട്, എന്നാലും ഞാൻ എടുത്തു വെക്കും. കാരണം ആ ഒരു സാധനം പിന്നീട് നമുക്ക് ഉപകാരപ്പെടും. അതും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത അത്രയും രീതിയിൽ അത് നമുക്ക് ഉപകാരപ്പെടും. കാരണം എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. എന്തായാലും പെറ്റൽസ് കട്ട് ചെയ്തതിനു ശേഷം മാസ്കിൻ ടേപ്പ് വെച്ച് നമുക്ക് ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അപ്നയിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ എന്തുണ്ടാക്കി എടുക്കണം എന്നുള്ള ഒരു ഏകദേശം ഐഡിയ അത് നിങ്ങൾക്ക് കിട്ടിക്കോളൂ അല്ലേ? ഏകദേശം അല്ല, പൂർണ്ണ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കും. അതെ, ഒരു ഓർക്കിഡ് ഷേപ്പുള്ള ഒരു ഫ്ലവർ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഫ് കുറച്ച് നീളത്തിലുള്ള ഒന്നാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. കളറിങ്ങിനെ കുറിച്ച് പിന്നെ കൂടുതലൊന്നും പറയാനില്ല. നമ്മളെ കയ്യിൽ ഏത് കളറാണുള്ളത് അതെല്ലാം കൊടുത്തെടുക്കാം. കാരണം ഫ്ലവറിനാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. പെറ്റൽസിന്റെ ബേസ് ആയിട്ട് ഞാൻ യെല്ലോ കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് പിങ്ക് വെച്ച് കുറച്ച് വെയിൻസും കൂടെ ഇതിന് ചെയ്ത് പെറ്റൽസിന്റെ ഉള്ളിൽ പക്ഷെ ഒന്നുകൂടെ ഡെപ്തും ചെയ്ത് വെക്കുന്നുണ്ട്. ശേഷം സെയിം കളർ സ്കെച്ച് പെൻ യൂസ് ചെയ്ത് ആ വെയിൻസിലൂടെ കംപ്ലീറ്റ് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ എനിക്ക് തോന്നിയ ഒരു ഡിസൈനാണ് ഇതിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. കാരണം ഓർക്കിഡ്സ് എന്ന് പറയുന്നത് പല കളറിൽ പല ഡിസൈനിൽ പല വെറൈറ്റി ആയിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കഴിവ് അത് നിങ്ങൾക്ക് ഇതിന്റെ മേലെ ഉപയോഗിക്കാം. പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. സ്കെച്ച് പെന്നിന് ശേഷം ഒരു കളർ പെൻസിലൂടെ വെച്ചിട്ട് ഞാൻ മൊത്തത്തിൽ ഒന്ന് ഷെയ്ഡും ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ലീഫ് കളർ ചെയ്തെടുക്കും. അതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഗ്രീൻ ഷെയ്ഡിൽ നിങ്ങൾക്ക് ഏതായെന്ന് വെച്ചാൽ കൊടുത്തെടുക്കും. ഒരു സൈഡ് മാത്രം കൊടുത്തെടുത്താൽ പോരെ, ഡബിൾ സൈഡ് നമ്മൾ കൊടുത്തെടുക്കണം. ഗ്രീൻ ടാപ്പ് വെച്ച് ലീഫിന്റെ സ്റ്റെമ്മും നമ്മൾ കംപ്ലീറ്റ് ചുറ്റിയെടുക്കണം. ഇനി ഗ്രീൻ ടാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ മാസ്കിൻ ടാപ്പ് വെച്ച് കവർ ചെയ്തെടുത്ത് കംപ്ലീറ്റ് ഗ്രീൻ ഷെയ്ഡ് അടിച്ചെടുത്താൽ മതി. ഇതിൽ പുതുതായി ഞാൻ രണ്ടാളെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിസ്താഷ്യൽ കണ്ടപ്പോൾ അത് വെച്ചിട്ട് കുഞ്ഞു രണ്ട് മുട്ടും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പരീക്ഷണാർത്ഥത്തിൽ ഇതിന് ഫുൾ ഗ്രീൻ ഷെയ്ഡ് അടിച്ചു കൊടുക്കാതെ മൊത്തത്തിൽ ഞാൻ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാണ് ചെയ്യുന്നത്. സംഭവം ഇത് കുറച്ച് പാടാണ്. നിങ്ങൾ ഇതിന് ഗ്രീൻ ഷെയ്ഡ് കൊടുത്താൽ മതി, അതാണ് ഏറ്റവും എളുപ്പം. അതുപോലെ അടുത്ത പരീക്ഷണം അരങ്ങേറി ഇതിന് ഞാൻ മാസ്കിൻ ടാപ്പാണ് ചുറ്റി കൊടുത്തത്. എന്തിനാ ഒരു പണിയെടുക്കുന്നത്? ഡയറക്റ്റ് ആണ് കളർ അടിച്ചു കൊടുത്താൽ അതല്ലേ എളുപ്പപ്പണി എന്നൊക്കെ എനിക്കറിയാം. എങ്കിലും ഞാൻ ഓരോന്ന് ചെയ്ത് നോക്കാം. ഒരു മൂവിയിൽ സെലികുമാർ പറയുന്ന പോലെ ഇനി അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ ആ ഒരു മൈൻഡിലാണ് ഞാൻ ഇതൊക്കെ ഇവിടെ ചെയ്ത് കൂട്ടുന്നത്. നിങ്ങളാരും ഇതിന് നിൽക്കണ്ട. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? മാസ്കിൻ ടാപ്പും ചുറ്റി ഗ്രീൻ ടാപ്പും ചുറ്റി അതിന് മേലെ കളർ അടിക്കേണ്ടി വന്നു. ഇതാണ് ഇപ്പത്തെ അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞ് 3 പെറ്റൽസിന് ഞാൻ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും തട്ടിക്കൂട്ടിൽ സ്റ്റാർട്ട് ചെയ്താണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട എല്ലാ ഐറ്റം എന്റെ കയ്യിലില്ലായിരുന്നു. കട്ടിയുള്ള വയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ വയർ വെച്ചിട്ട് 2 ആക്കിയിട്ടാണ് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്നത്. കുറച്ചൊക്കെ ഒരു ബലം വേണ്ടേ? ഈ ബോക്സ് നോർമൽ പേപ്പറിനെക്കാളും കുറച്ചധികം ഒരു കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഇതിൽ സെന്ററിൽ ഹോളിടാൻ ഞാൻ കോമ്പസ് ആണ് യൂസ് ചെയ്തത്. എന്നിട്ടാണ് നമ്മുടെ വയറ് സെന്ററിലൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ സ്റ്റെമ്മിനും കുറച്ച് ബലം കിട്ടാൻ വേണ്ടിട്ട് ഒരു 4 സ്റ്റെം സെന്റർ മടക്കിയിട്ട് അതും കൂടി ഒന്ന് ചുറ്റിയെടുക്കാണ് ചെയ്യുന്നത്. ഇതിന്റെ താഴേറ്റം വരെ ഞാൻ ചുറ്റിയെടുക്കുന്നില്ല. ഇതിന്റെ താഴ്ഭാഗം ഞാൻ കുറച്ച് വിടുന്നുണ്ട്. നമുക്ക് റൂട്ടായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഫ്രിസി ആക്കിയിട്ട് ഞാൻ വിടുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാണാതെ ഒന്നല്ല, ഞാൻ 4 ഫ്ലവേഴ്സ് ആണ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ 3 ലീഫും കൂടെ ചെയ്തെടുത്തുന്നുണ്ട്. ഒപ്പം ഒരു 5 മുട്ടും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫൈനൽ സ്റ്റേജൊക്കെ എത്താനായിട്ടുണ്ട്. ഇനി മുട്ടുകളൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് 2 കൂട്ടിട്ട് ഒന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ 2 വെച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് ചുറ്റിയെടുക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണേ. ചുറ്റിയെടുത്ത ഓരോ മുട്ടിന്റെ മേലെ കൂടെ ഗ്രീൻ ടാപ്പ് ഒന്നുകൂടെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിന് നമ്മുടെ മെയിൻ സ്റ്റെമ്മിലോട്ട് വെച്ചു കൊടുക്കുന്നു, പിരിച്ചു കൊടുക്കുന്നു, ഗ്രീൻ ടാപ്പ് ചുറ്റുന്നു. ഇതേ പ്രോസസ് നമുക്ക് റിപ്പീറ്റ് ചെയ്തെടുക്കും. ഇതിന്റെ മേലത്തെ ഗ്രീനും അതിന് താഴെ യെല്ലോയും അതിന് താഴെ 3 ഫ്ലവേഴ്സും കൂടെ വെച്ചുകൊടുത്ത് ഏറ്റവും താഴെയാണ് ലീഫ് വെച്ചെടുത്തിട്ടുള്ളത്. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് നമ്മൾ മുട്ട് വെച്ച് ഗ്രീൻ ടാപ്പ് ചുറ്റി, അത് കഴിഞ്ഞ് ഫ്ലവർ വെച്ച് ഗ്രീൻ ടാപ്പ് ചുറ്റി, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ലീഫും കൂടെ വെച്ച് ഫ്ലവർ ചുറ്റി. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 2 തവണ ഗ്രീൻ ടാപ്പ് ചുറ്റേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് മൊത്തത്തിൽ കവർ ആയി കിട്ടും. അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയതിനു ശേഷം ഇനി നമുക്ക് ബേസ് ആണല്ലോ. ബേസിനായിട്ട് ഞാൻ ഒരു കല്ല് എടുത്തിട്ടുണ്ട്, ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട്. ആ അടപ്പിന് മൊത്തത്തിൽ ഒന്ന് വൈറ്റ് കൊടുത്തെടുക്കുന്നുണ്ട്. ചെറിയൊരു ഷെയ്ഡിനായിട്ട് കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് സ്പോഞ്ചിൽ ഒന്ന് ടച്ച് ചെയ്ത് ആ കുപ്പിയുടെ അടപ്പിന്റെ മേൽഭാഗത്തായിട്ട് ഒന്നൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചുറ്റിലൊന്ന് ചെയ്തതിന് ശേഷം ഇതിന്റെ ടോപ്പ് ഭാഗത്തായിട്ട് നമ്മൾ ഗോൾഡൻ ഷെയ്ഡ് വെച്ചിട്ട് അതും കൂടെ ഒന്ന് ലൈനപ്പ് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾ ഐഡിയക്ക് എന്തൊക്കെയാണോ വരുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇതിലും ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ആ ഫ്ലവറിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ എല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന്റെ പരിപാടി കഴിഞ്ഞ് കല്ല് റോ ആക്കി വെക്കേണ്ടെന്ന് വിചാരിച്ചു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കല്ലിന്റെ മേലെ എല്ലാം ഒന്ന് കളർ ചെയ്തെടുത്ത് അതും കൂടി ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ട് ഇനി ഇതിൽ റൂട്ട്സിന്റെ പോർഷൻ ആക്കി ഒഴിച്ചുവിട്ട ഭാഗം കല്ലിന്റെ മേലോട്ട് വെച്ച് മൊത്തത്തിൽ ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കാണ്. അത് ഹോട്ട് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കുറച്ചുകൂടി
സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി. ഇനി അതിന് ആ പോട്ടിലോട്ടൊന്ന് ഇറക്കി വെച്ച് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ വെയിൻസിലും സ്റ്റോണിലും മൊത്തത്തിലൊന്ന് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ചകിരിയുടെ നാരെടുത്തിട്ട് കുറച്ച് കുഞ്ഞതാക്കി കട്ട് ചെയ്ത് കൊടുത്ത് അതിന്റെ മേലെ മൊത്തത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മേലെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടി അടിച്ചു കൊടുത്താൽ നമ്മുടെ ഐറ്റം ദാ ഇവിടെ റെഡിയായി കിട്ടി. അപ്പൊ കളയാനുള്ള ഒരു ഐറ്റം വെച്ചിട്ട് ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അപ്പൊ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. മാത്രമല്ല ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടോ അതൊക്കെ പറയാം, എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇത് രേഖപ്പെടുത്താം. ഇനി നിങ്ങൾ എങ്ങനത്തെ വീഡിയോസ് ആണ് കാണാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നതാവും. ഇതുപോലെയുള്ള ഒരു അടുത്ത ഐറ്റായിട്ട് വരും വരെ സൈനിങ് ഓഫ് സ്വന്തം ടെൻസോൺ.